ഫസ്റ്റ് ചാപ്റ്റർ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിസിറ്റി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ആ ഇലക്ട്രിസിറ്റിയുടെ കണ്ടിന്യൂഷൻ ആണ് നമ്മുടെ ഈ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു മീഡിയത്തിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമുക്കറിയാം ഇലക്ട്രിസിറ്റിക്ക് സഞ്ചരിക്കണമെങ്കിൽ ഒരു മീഡിയം വേണം. അപ്പോൾ എല്ലാ സബ്സ്റ്റൻസിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നില്ല. ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്നും കടത്തിവിടാത്ത സബ്സ്റ്റൻസിനെ നമ്മൾ ഇൻസുലേറ്റർ എന്നും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും അല്ലേ. അപ്പൊ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നത് കണ്ടക്ടേഴ്സും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കടത്തിവിടാത്തത് ഇൻസുലേറ്ററുകളുമാണ്. അപ്പൊ ഇലക്ട്രിസിറ്റി ഈ കണ്ടക്ടറുകൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന എഫക്ട്സിനെ കുറിച്ച്, അതായത് ഫലങ്ങളെ കുറിച്ചാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത്, പഠിക്കാറുള്ളത്. അപ്പൊ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്ട്സ്, അപ്പോൾ ആ എഫക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫലങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള എഫക്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹീറ്റ് എഫക്ട് ഉണ്ട്, ലൈറ്റ് എഫക്ട് ഉണ്ട്, മാഗ്നറ്റിക് എഫക്ട് ഉണ്ട്, കെമിക്കൽ എഫക്ട് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള എഫക്ട് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? ഹീറ്റ് എഫക്ട് ഉണ്ട്, ലൈറ്റ് എഫക്ട് ഉണ്ട്, മാഗ്നറ്റിക് എഫക്ട് ഉണ്ട്, കെമിക്കൽ എഫക്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള എഫക്ട് ഫലങ്ങൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഹീറ്റ് എഫക്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ലൈറ്റ് എഫക്റ്റിനെ കുറിച്ചുമാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ രണ്ടു തരം എഫക്റ്റുകളാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഹീറ്റ് എഫക്റ്റ്, രണ്ട് എന്ന് പറയുന്നത് ലൈറ്റ് എഫക്റ്റ്. അങ്ങനെ രണ്ടു തരം എഫക്റ്റുകളെയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പരിചയപ്പെടുന്നു ഹീറ്റ് എഫക്ട്. അപ്പൊ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹീറ്റ് എഫക്ട് കൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ വളരെ ചെറിയ ഒരു നമുക്ക് എക്സ്പെരിമെന്റിലൂടെ തുടങ്ങാം. വളരെ ചെറിയൊരു എക്സ്പെരിമെന്റ്. നമ്മളൊരു ചെറിയ കോപ്പർ വയർ എടുക്കുകയാണ്, ഒരു ചെറിയ കോപ്പർ വയർ. ആ ചെറിയ കോപ്പർ വയർ എടുത്തിട്ട് അതിന്റെ ഫ്രീ ആയിട്ടുള്ള രണ്ട് എൻഡില് ഒരു സ്വിച്ച് വഴി നമ്മൾ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യും. നമ്മൾ എന്താണ് ചെയ്തത്, ഒരു ചെറിയ കോപ്പർ വയർ എടുത്തു, വളരെ സിമ്പിൾ ആയിട്ട് ചെറിയൊരു കോപ്പർ വയർ എടുത്തു. ആ കോപ്പർ വയറിന്റെ ഫ്രീ ആയിട്ടുള്ള എൻഡിനെ ഒരു സ്വിച്ച് വഴി നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്തു, ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്ന എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ കണക്ട് ചെയ്തിട്ട് അല്പം നേരം കഴിഞ്ഞിട്ട് സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്ത് അല്പം നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ടച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ കയ്യിൽ ചെറുതായിട്ടൊരു ചൂട് അനുഭവപ്പെടും. ചൂട് അനുഭവപ്പെടും. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു, ഹീറ്റ് പ്രൊഡ്യൂസ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ഒരിക്കൽ കൂടി പറയാം. ഒരു ചെറിയ കോപ്പർ വയർ എടുത്തു. ആ കോപ്പർ വയറിന്റെ എൻഡിനെ ഒരു സ്വിച്ച് വഴി ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. ബാറ്ററിയുമായി കണക്ട് ചെയ്തതിനു ശേഷം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്തിട്ട് അല്പസമയം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ടച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചെറിയ ചൂട് അനുഭവപ്പെട്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോഴാണ് അവിടെ എന്തുണ്ടായത്, ഹീറ്റിന്റെ പ്രസൻസ് ഉണ്ടായത്, അല്ലെങ്കിൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്തത്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇതിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ്, ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന പോയിന്റ് ഇതാണ്, ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ്, ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവനെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നെക്സ്റ്റ് ആണ് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാറുള്ളത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചു, ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ഈ ഹീറ്റിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരേ വലുപ്പമുള്ള രണ്ട് വയറുകൾ എടുക്കുകയാണ്. ഒന്ന് കോപ്പർ കൊണ്ട് നിർമ്മിച്ചതും രണ്ടാമത്തത് നിക്രോം കൊണ്ട് നിർമ്മിച്ചത്. അപ്പൊ രണ്ടിനും ഒരേ നീളമാണ്, ഒരേ വണ്ണമാണ്. രണ്ടിലൂടെയും ഞാൻ ഒരേ കണക്കുള്ള വൈദ്യുതി കടത്തി വിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിലുണ്ടാകുന്ന ഹീറ്റ് ഡിഫറെന്റ് ആയിരിക്കും. കാരണം
കൂടുതൽ ഹീറ്റ് ഉണ്ടാവുന്നത് നിക്രോമിലായിരിക്കും. കാരണം ഈ രണ്ട് സബ്സ്റ്റൻസുകളുടെയും റെസിസ്റ്റൻസ് ഡിഫറന്റ് ആണ്. ഇപ്പൊ റെസിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. അപ്പൊ ഇവിടെ കോപ്പർ വയറിന്റെയും നിക്രോം വയറിന്റെയും റെസിസ്റ്റൻസ് ഡിഫറന്റ് ആണ്. അപ്പോ കോപ്പറിനേക്കാൾ റെസിസ്റ്റൻസ് കൂടുതലാണ് ആരൊക്കെ? നിക്രോം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റിന്റെ അളവിൽ എന്ത് വരുന്നു? വേരിയേഷൻ വരുന്നു. അപ്പൊ ഇവിടെ കൂടുതലായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിക്രോമിലായിരിക്കും. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടറാണ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. അപ്പോ ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടറാണ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ്. ഇനി രണ്ടാമതായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ് ഇന്റൻസിറ്റി ഓഫ് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട്. അതിൽ കൂടെ കടന്നു പോകുന്ന കറണ്ടും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ് ടൈം ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതിൽ കൂടി കറണ്ട് കടന്നു പോകാനെടുത്ത സമയം. അങ്ങനെ 3 ഫാക്ടേഴ്സ് ആണ് ഇവിടെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത്, ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനാണ്? ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചു, അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ 3 ഫാക്ടേഴ്സുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. 3 ഘടകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. സെക്കൻഡ് വൺ ഈസ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നതാണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതിലൂടെ വൈദ്യുതി കടന്ന് പോകാനെടുത്ത സമയം. അങ്ങനെ 3 ഫാക്ടേഴ്സുകളാണ് ഇവിടെ ഇതിനെ എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ 3 ഫാക്ടേഴ്സുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, അവിടുത്തെ റെസിസ്റ്റൻസ്. സെക്കൻഡ് വൺ ഈസ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതിലൂടെ കടന്നു പോകുന്ന കറണ്ട്. അതിന്റെ തേർഡ് വൺ ഈസ് ടൈം ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതിലൂടെ വൈദ്യുതി കടന്ന് പോകാൻ എടുത്ത സമയം. ഈ 3 ഫാക്ടേഴ്സുകൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ, അപ്പോ ഹീറ്റ് എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. ഇറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി. അപ്പൊ ഈ താപം എന്ന് പറയുന്ന ഊർജ രൂപത്തെ കുറിച്ച് ആധികാരികമായി പഠനങ്ങൾ നടത്തിയ ഒരു സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചിത്രവും കുറച്ച് വിവരങ്ങളൊക്കെ പുസ്തകത്തിൽ എന്ത് ചെയ്തെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയുള്ള. അപ്പോ ഈ ഊർജ്ജ രൂപങ്ങളെ കുറിച്ച് ആധികാരികമായി പഠനങ്ങൾ നടത്തിയ സയന്റിസ്റ്റാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. അപ്പൊ അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ മാറ്റങ്ങളെ കുറിച്ച് ആധികാരികമായി പഠനങ്ങൾ നടത്തുകയും അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നിയമം ആവിഷ്കരിക്കുകയും ചെയ്തു. അത് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അതാണ് ജൂൾസ് ലോ. ഓക്കെ, അപ്പോ ജെയിംസ് പ്രെസ്കോട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ്, അദ്ദേഹം ഇതിനെ കുറിച്ച് ആധികാരികമായി പഠനങ്ങളും മറ്റും നടത്തുകയും അദ്ദേഹത്തിന്റെ വിവരങ്ങളെല്ലാം കൂടി വെച്ചുകൊണ്ട് നിയമം ആവിഷ്കരിച്ചു. അത് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്നു. അതാണ് ഏതെന്ന് അറിയപ്പെടുന്നത്? ജൂൾസ് ലോ. അപ്പോ നെക്സ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? ജൂൾസ് ലോ. അപ്പൊ നോക്കുക, ആദ്യം നമ്മൾ പഠിച്ചത് ഒരു ഇവിടെ പറയാം, ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ 3 ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, സെക്കൻഡ് വൺ ഈസ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, ആൻഡ് തേർഡ് വൺ ഈസ് ടൈം ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, അതിൽ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. എന്താണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? ഓം ആണ്. അപ്പൊ എല്ലാത്തിനും യൂണിറ്റുകൾ മറന്നു പോകരുത്, പഠിച്ചു വെച്ചേക്കുക അല്ലെങ്കിൽ എഴുതിയെടുക്കുക. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓം ആണ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപയർ ആണ്. എന്തിനാണ്? ആംപയർ. ഇനി ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, അതെന്താണ്? സെക്കൻഡ് ആണ്. അപ്പൊ ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ആണ്. റെസിസ്റ്റൻസ് നമ്മുടെ കാൽക്കുലേറ്റർ R ഉപയോഗിച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് കാൽക്കുലേറ്റർ I ഉപയോഗിച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്നാൽ ടൈം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്മാൾ ലെറ്റർ T കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ടൈമിനെ എന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവയെ 3നെയും കൂടി കണക്ട് ചെയ്യുന്ന നിയമമാണ് ഏതെന്ന് അറിയപ്പെടുന്നത്? ജൂൾസ് ലോ. അപ്പൊ ജൂൾസ് ലോ അദ്ദേഹം പറയുന്നത്
വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് നമ്മൾ പഠിച്ചു. ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന്റെ ക്വാണ്ടിറ്റി, അപ്പൊ ഹീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എച്ച്, അതാണ് ഹീറ്റ്. അപ്പൊ ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് കറണ്ടിന്റെ സ്ക്വയറിനും, അതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ സ്ക്വയറിനും, അവിടുത്തെ റെസിസ്റ്റൻസിനും, ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിന്റെയും, ആ കറണ്ട് കടന്നു പോകുന്ന ടൈമിന്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പോ ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന്റെ ക്വാണ്ടിറ്റി ഇന്റൻസിറ്റി ഓഫ് കറണ്ടിന്റെ സ്ക്വയറിനും റെസിസ്റ്റൻസിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റിന്, ഗുണനഫലത്തിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? H is equal to I square RT. H is equal to എന്തെന്ന് എഴുതാം? I square RT. ഈ നിയമമാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ജൂൾസ് ലാ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന്റെ ക്വാണ്ടിറ്റി ഇന്റൻസിറ്റി ഓഫ് കറണ്ടിന്റെ സ്ക്വയറിന്റെയും റെസിസ്റ്റൻസിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. H is equal to I square RT. ഇതിനെ നമ്മൾ എന്ത് നിയമം എന്ന് പറയുന്നു? ജൂൾസ് ലാ ആണ്. അപ്പൊ H എന്ന് പറയുന്നത് ഹീറ്റ് ആണ്, I എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ആണ്, R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആണ്, T എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതിലൂടെ കറണ്ട് കടന്നു പോകാനെടുത്ത സമയം, അതാണ് T എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? ജൂൾസ് ലാ. ഒരു കൂടി പറയാം. ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന്റെ ക്വാണ്ടിറ്റി ഇന്റൻസിറ്റി ഓഫ് കറണ്ടിന്റെ സ്ക്വയറിനും റെസിസ്റ്റൻസിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റിന്, ഗുണനഫലത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പോ അക്കോർഡിംഗ് ടു ജൂൾസ് ലാ നമുക്ക് ഇങ്ങനെ എഴുതാം: H is equal to I square RT. H എന്ന് പറയുന്നത് ഹീറ്റ്, അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ്, I എന്ന് പറയുന്നത് അതിലൂടെ കടന്നുപോയ കറണ്ട്, R എന്ന് പറയുന്നത് ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ്, T എന്ന് പറയുന്നത് ആ കറണ്ട് കടന്നുപോയ സമയം. അപ്പൊ ഇവയെ മൂന്നിനെ കണക്ട് ചെയ്യുന്ന നിയമമാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ജൂൾസ് ലാ. ജൂൾസ് ലാ പ്രകാരം H is equal to അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കണ്ടെത്താനുള്ള ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? H is equal to I square RT. ഓക്കെ, അപ്പൊ അതാണ് ജൂൾസ് ലാ എന്ന് പറയുന്നത്. ജെയിംസ് പ്രസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്തത്? ആവിഷ്കരിച്ചത്. ഇനി നമ്മൾ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിലെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓംസ് ലാ പഠിച്ചിട്ടുണ്ട്. ആ ഓംസ് ലാ പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസിസ്റ്റൻസ് R is equal to V by I എന്ന് പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസ് R is equal to എന്താണ്? V by I എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്, V എന്ന് പറയുന്നത് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, I എന്ന് പറയുന്ന കറണ്ട് ആണ്. അതുപോലെ മറ്റൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, I is equal to V by R എന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ I is equal to എന്താണ്? V by R. അതിന് നമ്മളൊരു എളുപ്പ വഴിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ V I R, നമ്മള് V ആണ് കണ്ടെത്തേണ്ടെങ്കിൽ V എന്ന് മറച്ചു വെച്ചാൽ V is equal to I into R ആവും. I ആണ് കണ്ടെത്തേണ്ടെങ്കിൽ I is equal to V by R ആവും. R ആണ് കണ്ടെത്തേണ്ടെങ്കിൽ R മറച്ചു വെക്കുക. അപ്പൊ R is equal to എന്തായി? V by I ആയി. ഓക്കെ, അത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോ നമ്മള് ജൂൾസ് ലായിൽ പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് H is equal to I square RT. ജൂൾസ് ലായിൽ പഠിച്ച ഇക്വേഷൻ H is equal to I square RT. ഇനി കഴിഞ്ഞ വർഷം പഠിച്ച ഓംസ് ലായിൽ പറയുന്നു R is equal to V by I എന്ന് പറയുന്നു, അല്ലെങ്കിൽ I is equal to V by R എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം R എന്ന് പറയുന്നത് V by I ക്ക് ഈക്വൽ ആണ് അല്ലെ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ബൈ കറണ്ട് എന്നതിന് ഈക്വൽ ആണ് ഏത്? R. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ R ന് പകരം വേണമെങ്കിൽ നമുക്ക് ഈ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇക്വേഷൻ എന്തായി മാറും? H is equal to I സ്ക്വയറിന് മാറ്റമൊന്നുമില്ല, I സ്ക്വയർ അതേ കണക്ക് തന്നെ. ഇനി ഈ പറയുന്ന ഈ R ന് പകരം നമ്മൾ ഈ വാല്യൂ അപ്ലൈ ചെയ്യും. അപ്പൊ R ന് പകരം V by I എന്ന് പറയുന്ന വാല്യൂ എടുക്കും. അപ്പൊ ഇൻറ്റു R ന് പകരം V by I ഇൻറ്റു T അതുപോലെ തന്നെ, അതുപോലെ ഉണ്ട്, T അതുപോലെ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായി മാറും? H is equal to
ഐ സ്ക്വയർ എന്ന് പറയുന്നത് ഐ ഇൻറ്റു ഐ ആണ് ഐ സ്ക്വയർ എന്ന്. അപ്പൊ 2 ഐ ഉണ്ട്, അതിൽ നിന്നും ഒരു ഐയും ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഐയും അങ്ങ് വെട്ടിപ്പോകും. അപ്പൊ ബാക്കി ഇവിടെ വന്നത് ഒരു ഐ ഉണ്ട്. അപ്പോ ഐ ഇവിടെ വി അതുപോലെ തന്നെ ഉണ്ട്, ഇവിടെ ടി അതുപോലെ തന്നെ. അതായത് നമുക്കിതിന് ഇങ്ങനെ എഴുതാം, h is equal to v i t എന്ന് എഴുതാം. h is equal to എന്തെന്ന് എഴുതാം, v i t. അപ്പോ നമുക്ക് ഹീറ്റ് കണ്ടെത്താൻ മറ്റൊരു ഇക്വേഷൻ ഇവിടെ കിട്ടി. h is equal to എന്താണ്, v i t. അപ്പൊ ആദ്യം നമുക്ക് കിട്ടിയ ഇക്വേഷൻ h is equal to എന്തായിരുന്നു, i സ്ക്വയർ ആക്കിയത്. ഇപ്പൊ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കിട്ടി, h is equal to എന്തെന്ന് കിട്ടി, v i t എന്ന് കിട്ടി. അപ്പൊ ഒരിക്കൽ കൂടി പറയാം എങ്ങനെയാണ് v i t എന്ന് കിട്ടിയത്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഓംസ് ലാ. ഓംസ് ലാ പറയുന്നു R is equal to v by i. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്. R is equal to എന്താണ്, v by i. അപ്പൊ R is equal to v by i എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ h is equal to i square rt എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് h is equal to i സ്ക്വയറിന് മാറ്റമൊന്നുമില്ല. r ന് പകരം ഏത് വാല്യൂ എടുക്കുന്നു, v by i എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നു. ഇൻറ്റു ടിക്ക് മാറ്റമൊന്നുമില്ല. ഈ ഐ സ്ക്വയറിൽ നിന്ന് ഒരു ഐയും ഈ v by i ലെ ഒരു ഐയും അങ്ങ് ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്ത് പോകുന്ന സമയത്ത് ബാക്കി h is equal to i v t. അതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് h is equal to എന്തെന്ന് എഴുതി, v i t എന്ന്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്തോളാം, നോട്ട് ബുക്കിലേക്ക് ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോ ജൂൾസ് നിയമപ്രകാരം ഹീറ്റ് കണ്ടെത്താൻ ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ഇക്വേഷൻ ഏതാണ്, h is equal to i സ്ക്വയർ r t എന്ന് പറയുന്ന ഇക്വേഷൻ. ഇത് കിട്ടി, h is equal to എന്തെന്ന് കിട്ടി, i സ്ക്വയർ r t എന്ന് പറയുന്ന ഇക്വേഷൻ. രണ്ടാമത് നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്, h is equal to v i t. എന്തെന്ന് കിട്ടി, v i t. ഇവിടെ h എന്ന് പറഞ്ഞാൽ ഹീറ്റ്, i എന്ന് പറയുന്നത് കറണ്ട്, r എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്, t എന്ന് പറയുന്നത് ടൈം, v എന്ന് പറയുന്നത് വോൾട്ടേജ്, അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും. ഓക്കെ, തീർന്നില്ല. ഇനി നമ്മൾ വീണ്ടും പഠിച്ചിട്ടുണ്ട് i is equal to v by r എന്ന് ഓംസ് ലായിൽ പഠിച്ചു. എന്തെന്ന് പഠിച്ചു, i is equal to എന്താണ്, v by r. അങ്ങനെയാണെങ്കിൽ ഐക്ക് പകരം ഈ v by r എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഈ പറയുന്ന h is equal to i square rt എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നോക്കുക, ഇക്വേഷൻ ഇതാണ്, h is equal to i square rt. എന്താണ്, h is equal to എന്താണ്, i square rt. അതില് ഈ ഐക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കാൻ പോവുകയാണ്, v by r എന്ന് പറയുന്ന വാല്യൂ എടുക്കാൻ പോകും. അപ്പൊ ഇക്വേഷൻ എന്ത് മാറ്റം ഉണ്ടോ, h ന് മാറ്റമൊന്നുമില്ല, is equal to ഐക്ക് പകരം v by r, i സ്ക്വയർ അല്ലേ, അപ്പൊ ഇത് ഹോൾ സ്ക്വയർ കൊടുക്കണം. അപ്പൊ v by r ഹോൾ സ്ക്വയർ ഇൻറ്റു r ന് മാറ്റമൊന്നുമില്ല, ഇൻറ്റു t മാറ്റമൊന്നുമില്ല. അതായത് h is equal to v by r ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം v സ്ക്വയർ ബൈ r സ്ക്വയർ ഇൻറ്റു ഇവിടെ ഒരു r ഇൻറ്റു t അല്ലേ. r സ്ക്വയർ എന്ന് പറഞ്ഞാൽ r ഇൻറ്റു r ആണ്. അപ്പൊ ഇവിടെ ഈ r സ്ക്വയറിൽ നിന്ന് ഒരു r ഉം ഇവിടത്തെ ഒരു r ഉം വെട്ടിപ്പോകും. ബാക്കി h is equal to എന്തെന്ന് കിട്ടുന്നു, v സ്ക്വയർ ബൈ r ഇൻറ്റു t. അപ്പൊ ഇതാണ് തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് മൂന്നാമത്തെ എന്നറിയപ്പെടുന്നത് ഇക്വേഷൻ. അപ്പൊ നോക്കുക, ഒരിക്കൽ കൂടി പറയാം,
നമുക്കറിയാം എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഓംസ് വാല്യൂ പറയുന്നു ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. എന്താണ് ഐ ഈസ് ഈക്വൽ ടു എന്താണ് വി ബൈ ആർ. അപ്പൊ ഐക്ക് പകരം വി ബൈ ആർ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് പറയുന്ന ഈ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാൻ പോവുകയാണ്, അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് എച്ചിന് മാറ്റമൊന്നുമില്ല. അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു ഐക്ക് പകരം വി ബൈ ആർ എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. അപ്പൊ അവിടെ ഐ അല്ല ഐ സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ എന്ത് ചെയ്യണം, ഹോൾ സ്ക്വയർ എടുക്കണം. അപ്പൊ വി ബൈ ആർ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ആറിന് മാറ്റമൊന്നുമില്ല, ടിക്ക് മാറ്റമൊന്നുമില്ല. അതാണ് കേൾവി. ഇനി വി ബൈ ആർ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി എന്നായി മാറും. അപ്പൊ വി സ്ക്വയറിൽ നിന്നും ആർ സ്ക്വയറിൽ നിന്ന് ഒരു ആറും ഇവിടെ നിന്ന് ഒരു ആറും ക്യാൻസൽ ചെയ്തു. ബാക്കി ഇക്വേഷൻ നമുക്ക് എച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി, വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്ന് കിട്ടി. അപ്പൊ ഇതൊന്ന് നോട്ട് ബുക്കിലേക്ക് നോട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ മൂന്ന് ഇക്വേഷൻസ്. അപ്പൊ ഇതാണ് ആ മൂന്ന് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഒന്ന് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, രണ്ട് എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി, മൂന്ന് എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. അങ്ങനെ മൂന്ന് ഇക്വേഷൻസ്. ഏതൊക്കെയാണ്? എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി, എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. അതിൽ എച്ച് ഹീറ്റ്, ഐ ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, ആർ റെസിസ്റ്റൻസ്, ടി എന്ന് പറയുന്നത് ടൈം ആണ്, വി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, വോൾട്ടേജ് എന്ന് പറയും. ഓക്കെ, ഇനി ഓരോന്നിന്റെ യൂണിറ്റുകൾ പരിശോധിച്ചോളുക. യൂണിറ്റ് ഹീറ്റ്, ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ സ്മരണാർത്ഥം ഈ പറയുന്ന ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ജൂൾ. അപ്പൊ അതിനെ ക്യാപിറ്റൽ ജെ എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ്, ജൂൾ. എന്നാൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചു വന്ന യൂണിറ്റ് ആണ് കലോറി. പണ്ട് കാലത്ത് ഉപയോഗിച്ച യൂണിറ്റ് എന്താണ്, കലോറി. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്, ജൂൾ. ഇനി ഐയുടെ യൂണിറ്റ് നമുക്കറിയാം, ഇന്റൻസിറ്റി ഓഫ് കറന്റിന്റെ യൂണിറ്റ് ആംപയർ ആണ്, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്, അതുപോലെ വോൾട്ടേജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, വോൾട്ട് തന്നെയാണ്. ഇത് തന്നെയാണ് വോൾട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിൽ പറയുന്നത് ജൂൾസ് ആയിട്ട് പറയാം. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മ വെക്കാം. ആദ്യം നമ്മൾ പഠിച്ചു, ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണ്, ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ മൂന്ന് ഫാക്ടേഴ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ മൂന്ന് ഫാക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. ഒന്ന് ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ്. രണ്ടെന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതിലൂടെ കടന്നു പോകുന്ന കറണ്ട്. മൂന്ന് ടൈം ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന ആ സമയം. അപ്പൊ ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ മൂന്ന് ഫാക്ടേഴ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, സെക്കൻഡ് വൺ ഈസ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, തേർഡ് വൺ ഈസ് ടൈം ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. അങ്ങനെ മൂന്ന് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള ഊർജ്ജ രൂപങ്ങളെ കുറിച്ച് ആധികാരികമായ പഠനങ്ങൾ നടത്തിയ സയന്റിസ്റ്റ് ആണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. അദ്ദേഹം ആവിഷ്കരിച്ചത് നിയമം, ഇവയെ കണക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ആവിഷ്കരിച്ച നിയമമാണ് ജൂൾസ് ലോ. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത്, ഒരു കണ്ടക്ടറെ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് കറണ്ടിന്റെ സ്ക്വയറിന്റെ അല്ലെങ്കിൽ കറണ്ടിന്റെ സ്ക്വയറിന്റെയും റെസിസ്റ്റൻസിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റ് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി, ഐ സ്ക്വയർ ആർ ടി. അതിൽ നിന്ന് വീണ്ടും രണ്ട് ഇക്വേഷൻ കിട്ടി, എച്ച് ഇസ് ഈക്വൽ ടു
VIT എന്നും H is equal to V square by R into G എന്ന് പറയുന്ന 3 ഇക്വേഷൻസ്. അപ്പൊ ഈ 3 ഇക്വേഷൻസ് നോട്ട്ബുക്കിലേക്ക് നോട്ട് ചെയ്ത് കൊടുക്കുക. H is equal to I square RT, H is equal to VIT, H is equal to V square by R into T. അതിൽ ഓർത്തിരിക്കേണ്ട കേസ് H എന്ന് പറയുന്ന ഹീറ്റ് ആണ്, I എന്ന് പറയുന്ന കറണ്ട് ആണ്, R റെസിസ്റ്റൻസ് ആണ്, T എന്ന് പറയുന്നത് ടൈം ആണ്, V എന്ന് പറയുന്ന വോൾട്ടേജ് ആണ്. ഒന്നുകൂടി ശ്രദ്ധിച്ചോളുക അവയുടെ യൂണിറ്റ്സുകൾ. ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്, കറണ്ടിന്റെ യൂണിറ്റ് ആംപയർ ആണ്, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്, പിന്നെ ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പൊ ജൂൾസ് ലായുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത്. ശ്രദ്ധിക്കാം. ഇതാണ് പ്രോബ്ലം. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിൽ പറയുന്നതാണ് ഹൗ മച്ച് വിൽ ബി ദി ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് 0.2 ആംപിയർ കറന്റ് flows through a conductor of resistance 200 ohm for 5 minutes. So how much will be the heat developed if 0.2 ampere current flows through a conductor of resistance 200 ohm for 5 minutes. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഹീറ്റ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് അവിടെ എന്തെല്ലാമാണോ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് അതൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ പറയുന്നത് ഹൗ മച്ച് വിൽ ബി ദി ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് 0.2 ആംപിയർ. അപ്പൊ 0.2 ആംപിയർ എന്ന് പറയുന്ന കറണ്ട് ആണ്. അപ്പൊ കറണ്ട് ഓൾറെഡി നമുക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പൊ കറണ്ടിനെ നമ്മുടെ I എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ I ഈസ് ഈക്വൽ ടു 0.2 ആംപിയർ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. അപ്പൊ I ഈസ് ഈക്വൽ ടു എന്താണ്, 0.2 ആംപിയർ അത് എഴുതുക. ഇനി ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണ്. അപ്പൊ റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു 200 ഓം. റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു എന്താണ്, 200 ഓം. അപ്പോ I ഈസ് ഈക്വൽ ടു 0.2 ആംപിയർ, R is equal to 200 ohm. Then for 5 minutes. അപ്പൊ ടൈം തന്നത്. അപ്പൊ ടൈമിന് T എപ്പോഴും സ്മാൾ ലെറ്റർ ഉണ്ടാവും. അപ്പൊ T is equal to എന്താണ്, 5 minutes. അപ്പൊ ടൈം തന്നിട്ടുണ്ട് 5 minutes. ഈ 5 മിനിറ്റ്സിനെ നമുക്ക് എന്തിലേക്ക് ചേഞ്ച് ചെയ്യണം, സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പൊ മിനിറ്റിനെ എന്തിലേക്ക് ചേഞ്ച് ചെയ്യണം, സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പൊ മിനിറ്റിനെ സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ 60 കൊണ്ട് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ. അപ്പോ 5 into 60 is equal to 300 സെക്കൻഡ്. ഓക്കെ, അപ്പൊ ആ 5 മിനിറ്റ്സിനെ നമ്മള്
സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ആ 5നെ 60 കൊണ്ട് എന്ത് ചെയ്തു ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് 300 സെക്കൻഡ് എന്ന് എന്ത് ചെയ്തു ഇവിടെ കിട്ടും. അപ്പൊ നമുക്കിവിടെ I ആയി, R ആയി, T ആയി. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഹീറ്റ് ആണ്. അപ്പൊ ഹീറ്റ് കണ്ടെത്താൻ ജൂൾസിലായാലും നമ്മൾ 3 ഇക്വേഷൻസ് പഠിച്ചു. H is equal to I square RT പഠിച്ചു, H is equal to VIT പഠിച്ചു, H is equal to V square by R into T പഠിച്ചു. അപ്പൊ ഇതില് 3-ല് ഏത് നമുക്ക് അപ്ലൈ ചെയ്യാം? I ഉണ്ട്, R ഉണ്ട്, G ഉണ്ട്. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ H is equal to I square RT. അപ്പൊ H is equal to I square RT എന്ന് പറയുന്ന ഇക്വേഷൻ എന്ത് ചെയ്യും നമ്മൾ അപ്ലൈ ചെയ്യും. ഇനി അതിലേക്ക് വാല്യൂ എടുക്കുന്ന സമയത്ത് I എന്ന് പറഞ്ഞാൽ 0.2 അതിന്റെ സ്ക്വയർ എടുക്കുക ഇൻറ്റു R എന്ന് പറയുന്നത് 200 ഇൻറ്റു T എന്ന് പറയുന്നത് 300. ഓക്കെ, അപ്പൊ 0.2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.04 ഇൻറ്റു 200 ഇൻറ്റു 300 ഈസ് ഈക്വൽ ടു ഇത്രയും ജൂൾ നമുക്ക് എന്ത് ചെയ്യും ആൻസർ കിട്ടും. 2400 ജൂൾ എന്ത് ചെയ്യും ആൻസർ കിട്ടും. അപ്പൊ നോക്കുക, ഹൗ മച്ച് വിൽ ബി ദി ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് 0.2 ആംപിയർ കറന്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 200 ohm ഫോർ 5 minutes. അല്ലേ? അപ്പൊ ഒരു കണ്ടക്ടർ 200 ohm റെസിസ്റ്റൻസ് ഉള്ള കണ്ടക്ടറിൽ കൂടി 5 മിനിറ്റ് നേരത്തേക്ക് 0.2 ആംപിയർ കറണ്ട് ഒഴുകിയാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് കണ്ടെത്തുക എന്നാണ് നമുക്ക് ചോദ്യം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം അവർ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നു. അപ്പൊ അതിന് എന്താണ് കറണ്ട് തന്നിട്ടുണ്ട്, കറണ്ട് തന്ന I. അപ്പൊ I ഈസ് ഈക്വൽ ടു 0.2 ആംപിയർ. I ഈസ് ഈക്വൽ ടു എന്തെഴുതി 0.2 ആംപിയർ. ഇനി എന്ത് തന്നിട്ടുണ്ട്? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പൊ റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു 200 ohm. റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു 200 ohm. Then T ടൈം തന്നിട്ടുണ്ട്. ടൈം T ഈസ് ഈക്വൽ ടു 5 minutes. അല്ലെ? അപ്പൊ ആ 5 minutesനെ നമുക്ക് എന്തിലേക്ക് ചേഞ്ച് ചെയ്യണം? സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പൊ മിനിറ്റിനെ സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 5 into 60 ഈസ് ഈക്വൽ ടു 300 സെക്കൻഡ് മിനിറ്റ്. ഇനി നമുക്ക് ഹീറ്റ് ആണ് കണ്ടെത്തേണ്ടത്. ഹീറ്റ് കണ്ടെത്താൻ നമ്മൾ H is equal to I square RT എന്ന് പറയുന്ന ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യും. അപ്പൊ H is equal to I square RT, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? വാല്യൂ അപ്ലൈ ചെയ്യും. വാല്യൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യുക. Okay. അപ്പോ നമ്മൾ ഹീറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ സ്മരണാർത്ഥം നമ്മൾ എന്ത് കൊടുത്തെന്ന് പറഞ്ഞു? ജൂൾ എന്ന് കൊടുത്തെന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ നമ്മളിവിടെ ആൻസറിന് കൊടുത്ത യൂണിറ്റും ജൂൾ തന്നെയായിരുന്നു. എന്നാൽ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന യൂണിറ്റ് എന്ന് പറയുന്നതാണ് കലോറി. കലോറി പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് കലോറി. ആണെങ്കിൽ 1 കലോറി ഈസ് ഈക്വൽ ടു 4.2 ജൂളാണ്. അപ്പൊ ഒരു കലോറി എന്ന് പറയുന്നത് എത്ര ജൂളിന് ഈക്വൽ ആണ്? 4.2 ജൂളിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ 1 കലോറി ഈസ് ഈക്വൽ ടു എത്രയാണ്? 4.2 ജൂൾ. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 2400 ജൂൾ എന്നല്ലേ കിട്ടിയത്? നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 2400 ജൂൾ എന്നാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ 2400 ജൂളിനെ എങ്ങനെ കലോറിയിലേക്ക് മാറ്റും? എന്ത് ചെയ്താൽ മതി? ഇതിന് എന്ത് ചെയ്യുക? 4.2 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഈ കിട്ടിയ ആൻസറിനെ 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജൂളിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് എന്തിലേക്ക് മാറ്റാൻ പറ്റും? കലോറിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. അപ്പൊ ഓർത്തിരിക്കുക,
1 calorie is equal to 4.2 ജൂൾ ആണ്. ഓക്കെ, അപ്പൊ നോക്കുക, ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് കണ്ടക്ടർ ആയിക്കോട്ടെ, കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ 3 ഫാക്ടേഴ്സുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്: ഒന്ന് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, 2 ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ്, 3 ടൈം ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ്. അങ്ങനെ 3 ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇവയെ കണക്ട് ചെയ്യുന്ന നിയമമാണ് ജൂൾസ് ലോ. അതിൽ പറയുന്നു, ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന്റെ ക്വാണ്ടിറ്റി ഇന്റൻസിറ്റി ഓഫ് കറന്റിന്റെ സ്ക്വയറിനും റെസിസ്റ്റൻസിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആണ്. അപ്പൊ 3 ഇക്വേഷൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. H is equal to I square RT, H is equal to VIT, H is equal to V square by R into T. H എന്ന് പറഞ്ഞാൽ ഹീറ്റ്, I എന്ന് പറയുന്ന കറണ്ട്, R എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, T എന്ന് പറയുന്ന ടൈം, V എന്ന് പറയുന്നത് വോൾട്ടേജ്. ഇനി ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപെയർ ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. അതുപോലെ ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എന്തിൽ പറയുന്നത്? ഈ ജൂൾസ് ലോ എന്ത് ചെയ്യുന്നത് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Find out the heat developed in 3 minutes by a device of resistance 920 ohm working under a 230 volt. അല്ലേ? അപ്പോ ഇവിടെ തന്നിരിക്കുന്നത്, ഇവിടെ എന്ത് തന്നെയാണ് കണ്ടെത്തേണ്ടത്? ഹീറ്റ് തന്നെയാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ എന്ത് തന്നെയാണ് കണ്ടെത്തേണ്ടത്? ഹീറ്റ് തന്നെയാണ് കണ്ടെത്തേണ്ടത്. എത്ര മിനിറ്റ് ആണ് ഇവിടെ പറയുന്നത്? 3 മിനിറ്റിൽ ഉണ്ടാകുന്ന ഹീറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? കണ്ടെത്തുന്നത്. അപ്പൊ അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 920 ഓം ആണ്. അത് വർക്ക് ചെയ്യുന്നത് എത്ര വോൾട്ടേജിലാണ്? 230 വോൾട്ടിലാണ് അത് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ പോലെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യുക. കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പോ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അവിടെ തന്നിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, അത് വർക്ക് ചെയ്തിരുന്ന വോൾട്ടേജ് തന്നിട്ടുണ്ട്.
വോൾട്ടേജ് എന്ന് പറയുമ്പോൾ വി ആണ്. അപ്പൊ വർക്ക് ചെയ്തിരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട്. അതവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് അത്ര മനസ്സിലാക്കിയാൽ ഓക്കെ. അതിനുശേഷം അതിന്റെ റെസിസ്റ്റൻസ് അവിടെ തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് R തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് ടൈമാണ്. T is equal to 3 മിനിറ്റ് അല്ലെ. ആ മിനിറ്റിനെ നമ്മൾ എന്തിലേക്ക് ചേഞ്ച് ചെയ്യും? സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പോ 3 × 60 is equal to 190 സെക്കൻഡ് കിട്ടും. ഈ 3 കാര്യങ്ങളാണ് അവിടെ എന്ത് ചെയ്തിരുന്നത് തന്നിരുന്നത്. അപ്പൊ അവിടുത്തെ വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് തന്നിട്ടുണ്ട് 230 വോൾട്ട് എന്നും, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, പിന്നെ തന്നിട്ടുണ്ട് ടൈം തന്നിട്ടുണ്ട്. എന്ത് കണ്ടെത്താൻ പറയുന്നു? ഈച്ച് കണ്ടെത്താൻ പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? നമുക്ക് 3 ഇക്വേഷൻസ് അറിയാം. H is equal to I square RT അറിയാം, H is equal to VH അറിയാം, H is equal to V square by R into T. അതവിടെ I square RT ആണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഇനി എന്ത് ചെയ്യാം? I കണ്ടെത്തണം. I കണ്ടെത്താൻ നമുക്കറിയാം V by R ആണ്. I സമം V by R ആണ് അല്ലെ. I സമം എന്താണ്? I സമം V by R. അപ്പൊ I കണ്ടെത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താണ്? I square RT ഉപയോഗിക്കാം. അല്ലെ VH ഉപയോഗിക്കണമെങ്കിൽ I കണ്ടെത്തുക. എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിനേക്കാൾ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ച 3ാമത്തെ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. V square by R into T എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും അല്ലെ. അത് ഉപയോഗിക്കാൻ പറ്റും V square by R into T. അപ്പൊ V square എന്ന് പറയുന്നത് V അല്ലെ 230. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് 230 × 230 എന്ന് എഴുതാം. അതാണ് V square by R. R എന്ന് പറയുന്നത് 920 into T എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി എത്രയാണ്? 190. കിട്ടില്ലേ? ഇതിനെ സോൾവ് ചെയ്യാം. അതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇത്രയും എന്തെന്ന് കിട്ടും? ജൂൾ എന്ന് കിട്ടും. എന്തെന്ന് കിട്ടും? ജൂൾ എന്ന് കിട്ടും. അത് വെട്ടിക്കളയുന്ന സമയത്ത് 23 × 4 എന്ന് പറയുന്നത് 92 എന്ന് പറയും. ഓക്കെ. ഇതിനെന്ത് ചെയ്യാം? 2 കൊണ്ട് കിട്ടാം. അപ്പൊ 90 കിട്ടും. ഇതിനെന്ത് ചെയ്യാം? 2 കൊണ്ട് കിട്ടുമ്പോ 2 കിട്ടും. ഇതിനെ വീണ്ടും ഒന്നുകൂടെ വെട്ടി കഴിഞ്ഞാൽ 45 കിട്ടും. ഈ 2 കിട്ടും. ഇനി 230 × 45 ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഈ ആൻസർ കിട്ടും. ഓക്കെ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത്. അപ്പോ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. അപ്പൊ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ, ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്ട്സിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെട്ടത്. അത്തരം എഫക്ട്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അത് ഹീറ്റ് എഫക്റ്റ് ആവാം, ലൈറ്റ് എഫക്റ്റ് ആവാം, മാഗ്നറ്റിക് എഫക്റ്റ് ആവാം, അതുപോലെ തന്നെ എന്താണ് കെമിക്കൽ എഫക്റ്റ് ആവാം. അങ്ങനെ പലതരത്തിലുള്ള എന്താവാം എഫക്റ്റ് ആവാം. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഹീറ്റ് എഫക്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ എന്തിനെ കുറിച്ചാണ്? ലൈറ്റ് എഫക്റ്റിനെ കുറിച്ചുമാണ്. ഓക്കെ. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു എനർജിയാണ് ഏതെന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി. നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനാവാത്ത ഒരു എനർജിയാണ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി. അപ്പൊ ഇലക്ട്രിസിറ്റിയെ നമ്മൾ ഇത്രയധികം തന്നെ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് വിത്തിൻ സെക്കൻഡ്സ് നമുക്കിതിനെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊരു ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. വിത്തിൻ സെക്കൻഡ്സ് അവിടെ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ഹീറ്റ് എനർജി ആയിട്ട് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഫാനിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു. വിത്തിൻ സെക്കൻഡ്സ് അവിടെ ഇലക്ട്രിക്കൽ എനർജി എന്താണ് കൺവേർട്ട് ചെയ്തു? മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഒരു പ്രത്യേകത തന്നെയാണ് അത്. ഇതിനെ വളരെ വേഗം ഒരു രൂപത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും.
അപ്പൊ അതിന്റെ ഹീറ്റ് എഫക്റ്റും ലൈറ്റ് എഫക്റ്റും ആണ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തു പരിചയപ്പെടും. ഇനി ഇതിന്റെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ തന്നെ മാഗ്നറ്റിക് എഫക്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത് പരിചയപ്പെടും. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ആ ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റ് എഫക്റ്റ്. ഇലക്ട്രിസിറ്റി ഹീറ്റ് എഫക്റ്റിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ, ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ 3 ഫാക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ 3 ഫാക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതില് ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ്. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ്. അങ്ങനെ 3 ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. അവിടുത്തെ റെസിസ്റ്റൻസ്, അതുപോലെ അതിലൂടെ കടന്നു പോകുന്ന കറണ്ട്, ആ കറണ്ട് കടന്നു പോകാൻ എടുത്ത സമയം. ഇനി ഇവയെ കണക്ട് ചെയ്യുന്ന നിയമമാണ് ജൂൾസ് ലോ. അതിൽ പറയുന്നു ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് കറണ്ടിന്റെ സ്ക്വയറിന്റെയും റെസിസ്റ്റൻസിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. മൂന്നിന്റെയും പ്രോഡക്റ്റിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ H is equal to നമുക്ക് എന്തെന്ന് കിട്ടി? I²RT എന്നും H is equal to VIT എന്നും H is equal to V²/R into T എന്നും കിട്ടി. അപ്പൊ അതിൽ ഓരോന്നിന്റെ യൂണിറ്റുകൾ മറന്നു പോകരുത്. ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂൾ ആണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന യൂണിറ്റ് ആണ് കലോറി. 1 കലോറി ഈസ് ഈക്വൽ ടു എന്താണ്? 4.2 ജൂൾ. അത് നോട്ട് ചെയ്തുകൊള്ളുക. 1 കലോറി ഈസ് ഈക്വൽ ടു 4.2 ജൂൾ. അത് നോട്ട് ചെയ്തുകൊള്ളുക. അതുപോലെ എന്താണ്? വി എന്ന് പറയുന്ന വോൾട്ടേജ് ആണ്. വോൾട്ടേജിന് സാധാരണയായിട്ട് നമ്മൾ വോൾട്ടേജ് എന്നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നോ പറയാം. അതിന് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് തന്നെയാണ്. ബി എന്ന ലെറ്റർ കൊണ്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ മിനിറ്റ്സിലായിരിക്കും ക്വസ്റ്റ്യനിൽ ടൈം തരുന്നത്. ആ മിനിറ്റിനെ എന്തിലേക്ക് ചേഞ്ച് ചെയ്യണം? സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്യണം. മിനിറ്റിനെ സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് 60 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ 3 ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. H is equal to I²RT. ഒന്നാമത്തെ ഇക്വേഷൻ H is equal to I²RT. അത് നോട്ട് ചെയ്തോളുക. 2 H is equal to VIT. അത് നോട്ട് ചെയ്തോളുക. 3 H is equal to V²/R into T. അപ്പൊ ഹീറ്റിന് 3 ഇക്വേഷൻ. ഒന്ന് H is equal to I²RT, 2 H is equal to VIT, 3 H is equal to V²/R into T. അതിന്റെ കൂടെ തന്നെ കഴിഞ്ഞ വർഷം പഠിച്ച ഈ ഇക്വേഷനോട് ഓർത്തുകൊള്ളുക. R is equal to V/I അല്ലെങ്കിൽ I is equal to V/R അല്ലെങ്കിൽ V is equal to I into R. ഇത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഈ 3 ഇക്വേഷൻസും ഈ ഇക്വേഷൻസ് എന്ത് ചെയ്യുക? ഒന്ന് നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക? കുറിച്ച് എടുക്കുക. ആരെങ്കിലും എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളുടെ സ്പീക്കർ ഓൺ ചെയ്തിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി.